എലഗൻസ് നമ്മുടെ കുർത്തിയുടെ വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. അത്യാവശ്യം പ്രീമിയം കളക്ഷനിലുള്ള കുർത്തി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് ഫുൾ സെറ്റ് ആട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫുൾ സെറ്റ് ആണ്. എല്ലാം കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട പ്യുവർ ആയിട്ട് വരുന്ന നമുക്ക് ആ ഒരു കലങ്കാരിയുടെ പ്രിന്റില്ലേ, ആ ഒരു പ്യുവർ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ടോപ്പിന് മെറ്റീരിയലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം കൊടുത്തേക്കുന്നതും സെയിം ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. സെപ്പറേറ്റ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇത് ടോപ്പ് തന്നെയായിട്ട് നോർമൽ ഒരു കുർത്തി പാറ്റേണിൽ അങ്ങനെ യൂസ് ചെയ്യാം. ബോട്ടം ആണെങ്കിലും സാധാരണ ഒരു ടോപ്പിന്റെ കൂടെ ആണെങ്കിലും ഇപ്പം നമുക്ക് കുർത്തിയായിട്ടല്ല, അല്ലാതെ ടോപ്പിന്റെ കൂടെ ഷോർട്ടായിട്ട് വരുന്ന ടോപ്പിന്റെ കൂടെ ഒക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടമാണ്. ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട്. ഇത് വേറെ ഐറ്റത്തിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ പെയർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. മൊത്തത്തിൽ കാണാനും നല്ല, കാരണം ബ്ലാക്കിലായതുകൊണ്ട് അത്രയും ഒരു ഭംഗിയുണ്ട്. നമുക്ക് എടുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ മനസ്സിലാവും. കാരണം നല്ല ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത്. നെക്കിലാണെങ്കിലും നല്ല ഫിനിഷിംഗ് ഉള്ള പൈപ്പിംഗ് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു കാന്താ ടൈപ്പ് സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. ഇതിൽ ആ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. കുഞ്ഞായിട്ടൊരു ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത്. ആ കോമ്പിനേഷനൊക്കെ അത്ര നല്ല മൈന്യൂട്ടായിട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ആ ഒരു യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കോൺട്രാസ്റ്റിൽ വേണമെങ്കിൽ, അല്ലാതെ ഈ ടോപ്പ് തന്നെ ഉപയോഗിക്കുമ്പോൾ കോൺട്രാസ്റ്റ് ബോട്ടം വെച്ചിട്ട് അങ്ങനെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ദുപ്പട്ട ഞാൻ പറഞ്ഞില്ലേ, ഒറിജിനൽ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഐറ്റമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഫാബ്രിക്. നമ്മുടെ സാധാരണ വരുന്നതിനേക്കാളും ഹാൻഡ് ബ്ലോക്സ്, സാധാരണ പ്രിന്റ് അല്ല, ഇത് ഹാൻഡ് ബ്ലോക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രിന്റിങ്ങിന് ഒരു പ്രത്യേക എടുപ്പാട്ടോ. ഒരു കറക്റ്റ് ഇതിലല്ല പോയേക്കുന്നത്. ഒറിജിനൽ ഐറ്റം എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ലുക്കിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ എന്തായാലും ഇതിനുണ്ടാവും. അപ്പോൾ ഞാനിത് ബോട്ടം കൂടെ കാണിച്ചു തരാം. ബോട്ടം ഞാൻ പറഞ്ഞില്ല, ടോപ്പിൻ്റെ സെയിം ഫാബ്രിക്കാണ് ബോട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഒരു ടൈ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. ബാക്ക് സൈഡിൽ എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിലും വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സ്ട്രൈറ്റ് കട്ട് പാൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് അല്ല, കുറച്ചൊരു ശക്കലും ഒരു ഇത് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. വലിയ വ്യത്യാസമില്ല. എനിക്ക് തോന്നുന്നു സൈസ് ഇവിടെ കൊണ്ട് വണ്ണമുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ സെയിം സൈസ് തന്നെ എടുത്താൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ചാണേ. ഞാനത് ഈ വീഡിയോക്കകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. കറക്റ്റായിട്ട് കേട്ടിട്ട് ഏതാ സൈസ് വേണ്ടെന്നുള്ളത് കേട്ടിട്ട് വേണം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ സെയിം സൈസ് തന്നെയാണ്. ഇവിടം കൊണ്ട് ചെറിയൊരു പിടുത്തം ഫീൽ ചെയ്തു, കാരണം ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടം കൊണ്ട് ചെറിയൊരു പിടുത്തം ഫീൽ ചെയ്തു. ഇവിടെ കൊണ്ട് വണ്ണമുള്ളവരാണെങ്കിൽ മാത്രം നെക്സ്റ്റ് സൈസ് എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. വലിയ വേരിയേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിന് മൊത്തത്തിൽ കണ്ടല്ലോ, ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫുൾ സെറ്റാണ്. അപ്പോൾ ഇത് പ്രീമിയം കളക്ഷന് വരുന്ന ഐറ്റമാണ്. കാരണം ക്വാളിറ്റി അത്രയും നല്ല ഫാബ്രിക്കാണ് ഇതിന് എല്ലാത്തിനും കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ഒറിജിനൽ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വലിയ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത്, സൈസസ് ഞാൻ കൊടുത്തേക്കാവേ. നമ്പർ M907, റേറ്റ് വരുന്നത് 1990 1990.